ആദാം എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. ഈ ആദാം എന്ന് പറയുന്ന മനുഷ്യനും ദൈവവും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഒരു 2 കൂട്ടുകാർക്കൊന്ന് ഫ്രണ്ടിലോട്ട് വരാമോ? 2 കൂട്ടുകാർക്ക് ഫ്രണ്ടിലോട്ട് വരാമോ? 2 കൂട്ടുകാർ, 2 പേര് മതി. 2 പേര് ഓക്കെ 2 പേര് ഓക്കെ. ഏദൻ തോട്ടത്തിൽ ദൈവവും മനുഷ്യനും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പായിരുന്നു. കണ്ടോ? ഇതുപോലെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി. അതിനുള്ള കാരണം നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് ആദാമിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ അനുസരണക്കേടാണ്. അതിനെ പാപമെന്ന് വിളിക്കുന്നു. ആ പാപനിമിത്തം ഈ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഈ ആഴമേറിയ ബന്ധം നഷ്ടമായി. ഒരു വലിയ ഗ്യാപ്പ് ഇവരുടെ ഇടയിൽ ഉണ്ടായി. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ എന്താണ് അകറ്റിയത്? പാപം അകറ്റി. പലപ്പോഴും മനുഷ്യൻ ദൈവത്തോട് അടുക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ ഈ പാപം അനുവദിക്കത്തില്ല. ദൈവവും ഈ മനുഷ്യനുമായിട്ട് വീണ്ടും ഈ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ ഈ പാപം എന്ത് ചെയ്യത്തില്ല? സമ്മതിക്കത്തില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിനൊരു സൊല്യൂഷൻ തരാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. ബൈബിളുള്ള ഏതെങ്കിലും ഒരു കൂട്ടുകാരൊന്ന് എഴുതി നിൽക്കാമോ? ബൈബിൾ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ എന്നിട്ട് ഫ്രണ്ടിലോട്ടൊന്ന് വരാമോ ആ ബൈബിൾ കൊണ്ട്? എന്നിട്ട് 1 തിമോത്തിയോസ് 1:15 ഒന്ന് ഉറക്കെ വായിച്ച് കേൾപ്പിക്കാമോ കൂട്ടുകാരെ? 1 തിമോത്തിയോസ് 1:15 15ാമത്തെ വാക്യം ഇപ്പോൾ മോളുറക്കെ വായിച്ച് കേൾപ്പിക്കുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാരും ഒന്ന് ശ്രദ്ധിച്ച് 1:15. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. കണ്ടോ? യേശുക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? പാപികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. യേശു അതിനുവേണ്ടി എന്താണ് ചെയ്തത്? യേശു ചെയ്തത് ഈ സകല പാപവും സ്വയം ഏറ്റെടുത്തുകൊണ്ട് യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരണപ്പെട്ടു. സകല പാപവും ഏറ്റെടുത്തുകൊണ്ട് കാൽവറി ക്രൂശിൽ മരണപ്പെട്ടു. അങ്ങനെ പാപം മറയപ്പെട്ടു. ഇപ്പോൾ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ആരാ നിൽക്കുന്നത്? യേശുക്രിസ്തുവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ആര് വിശ്വസിക്കുന്നോ, ആ പാപങ്ങളെ ആരേറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നോ, അങ്ങനെയുള്ളവർക്ക് ഈ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യും? വീണ്ടും ലഭിക്കും. ആരിലൂടെയാണ് ലഭിക്കുന്നത്? യേശുക്രിസ്തുവിലൂടെ. അങ്ങനെ ഏദൻ തോട്ടത്തിൽ പാപം ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റിയെങ്കിൽ കാൽവറി ക്രൂശിൽ യേശുക്രിസ്തു ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ വീണ്ടും ഒരുമിപ്പിച്ചു. അതിനുവേണ്ടി യേശു എന്താ ചെയ്യുന്നത് കൂട്ടുകാരെ? യേശു ചെയ്തത് ആ പാപത്തെ മുഴുവനും തൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങി യേശു കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു. നമുക്കറിയാം, യേശുവിൽ ഒരു കുറ്റം പോലും കണ്ടെത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല. 5 കോടതികളിൽ യേശുവിനെ 6 പ്രാവശ്യം വിസ്തരിച്ചു.
പക്ഷെ യേശുവിൽ ഒരു കുറ്റം പോലും കണ്ടെത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല. എങ്കിലും യേശുവിനെ ഇഷ്ടമല്ലാതിരുന്ന യഹൂദന്മാർ നിമിത്തം പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു. അങ്ങനെ പടയാളികൾ യേശുവിനെ പിടിച്ചുകൊണ്ടുപോയി തന്റെ വസ്ത്രം കീറി അതവർ ചീറിവിടുന്നു. തന്റെ മുഖത്തവർ തുപ്പി. അവന്റെ കണ്ണുകൾ കെട്ടിയിട്ട് കരണത്തടിച്ചിട്ട് പറയുകയാണ്, നീ പ്രവാചകനെങ്കിൽ നിന്നെ അടിച്ചത് ആര് എന്ന് പറയുന്നു. 2 നാണയത്തുട്ടുകൾ കൊണ്ട് അവന്റെ താടി രോമങ്ങൾ ഇങ്ങനെ പിടിതെടുക്കാൻ തുടങ്ങി. നമ്മുടെ ശരീരത്തിലെ ഒരു രോമം നമ്മൾ കൈകൊണ്ട് പിടിച്ചാൽ എന്തുമാത്രം വേദനയാണ്. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരൊന്ന് ചിന്തിച്ചു നോക്കിയേ. 2 നാണയത്തുട്ടുകൾ ചേർത്ത് വെച്ച് യേശുവിൻ്റെ താടി രോമങ്ങൾ പിഴുതെറിയുമ്പോൾ യേശുവിന് എന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ടാകും. മാത്രമല്ല, വീണ്ടും യേശുവിൻ്റെ കൈകൾ അരയൊപ്പം വരുന്ന ഒരു തടിക്കഷ്ണത്തിൽ ബന്ധിച്ച് കുനിച്ചു നിർത്തിയിട്ട് തൻ്റെ പുറത്ത് ചാട്ടവാറുകൾ കൊണ്ടടിക്കുവാൻ തുടങ്ങി. പ്രവാചക പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ അവൻ്റെ പുറം ഉഴവുചാൽ പോലെ കീറി മുറിഞ്ഞു. ശേഷം മുള്ളുകൊണ്ട് മെനഞ്ഞ ഒരു കിരീടം തൻ്റെ ശിരസിൽ വെച്ചിട്ട് യേശുവിൻ്റെ തോളിൽ ചുമക്കുവാൻ ഒരു മരക്കുരിശിൽ വെച്ച് കൊടുത്തു. യേശു ആ മരക്കുരിശുമായിട്ട് കാൽവറി എന്ന് പറയുന്ന മലയുടെ മുകളിലേക്ക് അതുകൊണ്ട് നടക്കുവാൻ ആരംഭിച്ചു. യേശുവിൻ്റെ ശരീരമാസകലം അടിയേറ്റ മുറിവുകളും രക്തം വാർന്നൊലിക്കുന്ന അനുഭവമാണ്. വളരെ വേദനയുണ്ട്. യേശു പലപ്പോഴും ആ കുരിശ് ചുമക്കുവാൻ കഴിയാതെ പലപ്പോഴും പല സ്ഥലങ്ങളിലും താൻ വീണു പോയിട്ടുണ്ട്. താൻ വീഴുമ്പോഴെല്ലാം വീണ്ടും പടയാളികൾ തന്നെ ചാട്ടവാറുകൾ കൊണ്ടടിക്കും. എന്നിട്ട് യേശുവിനെ വീണ്ടും എഴുന്നേൽപ്പിക്കും. തൻ്റെ തോളിൽ ക്രൂശിച്ചതിന് ശേഷം തൻ്റെ 2 കൈകളും കാലുകളും ആണികൾ കൊണ്ട് ചേർത്തടിച്ച അനന്തരം ആ കുഴിയിലേക്ക് എടുത്തുയർത്തി. അവിടെ കൊണ്ടും തീരുന്നില്ല. അവസാനം അവൻ്റെ മരണം ഉറപ്പാക്കുവാൻ യേശുവിൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കൊണ്ടു. അങ്ങനെ യേശു എല്ലാറ്റിനും ഒടുവിലായി തൻ്റെ ജീവനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ലോകത്തിൽ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. കൂട്ടുകാരെ, യേശു എന്തിനു വേണ്ടിയാണ് ഈ ത്യാഗം മുഴുവൻ സഹിച്ചത്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു ഇത് വഹിച്ചത്. നമ്മൾ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് യേശു ഈ ത്യാഗം മുഴുവനും തൻ്റെ ശരീരത്തിലേറ്റത്. നമുക്കെങ്ങനെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ കഴിയും? യേശു ഈ ത്യാഗമെല്ലാം സഹിച്ചത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് നാം വിശ്വസിച്ച്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നമ്മൾ യേശുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായി വായ്കൊണ്ട് ഏറ്റു പറയുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. നമുക്ക് ദൈവത്തിൻ്റെ മകനാകാൻ കഴിയും, മകളാകാൻ കഴിയും. ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് പോകുവാൻ കഴിയും. പ്രിയ കൂട്ടുകാരെ,